പാരഡൈസ് FC കുഞ്ഞിമംഗലം എന്നിവ അവരുടെ പതാക നല്ലൊരു കയ്യടിയോടുകൂടി ആ പതാകകൾ പാറി പറകട്ടെ. ഇനിയുള്ള 4 നാളുകളിൽ ഈ പഴയങ്ങാടി റെയിൽവേ ഫെഡറൽ സ്റ്റേഡിയത്തിലെ പുൽക്കൊടികളെ പോലും പുളകമണിയിച്ചുകൊണ്ട് മൺതരികളെ പോലും കോരിത്തരിപ്പിച്ചുകൊണ്ട് ആ വീറിന്റെ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും സംഘാടക സമിതിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ടീം മാനേജേഴ്സും അവരുടെ പതാകകൾ വാനിൽ ഉയർത്തിക്കെട്ടി കഴിഞ്ഞു. ഇനി അവരുടെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മത്സര പോരാളികളെ പരിചയപ്പെടുന്നതിനായി വിശിഷ്ടാതിഥികളെ വേദിയിൽ പരിചയപ്പെടാനായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. നിരവധി ഫുട്ബോൾ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരും ആതിഥ്യം വഹിച്ചവരുമാണ് നമ്മൾ ഓരോരുത്തരും. അതിന്റെ എല്ലാ ചടങ്ങുകളും നമുക്ക് പരിചയപ്പെടുന്നതാണ്. പ്രത്യേക നിർദ്ദേശത്തിന് കാത്തു നിൽക്കാതെ സ്വയം വോളണ്ടിയേഴ്സ് ആയിട്ട് ഈ പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കുക. ഇത് ഞങ്ങളുടെ വിശിഷ്ടാതിഥികൾ വിജയൻ MLA യൂസഫ് അലി അവർ, ഈ നാടിന്റെ ജനപ്രതിനിധികൾ, ഈ സംഘാടക സമിതിയുടെ വിശിഷ്ട വ്യക്തികൾ ചേർന്ന് കളിക്കാരുമായി പരിചയപ്പെടുന്നു. ആദ്യം പരിചയപ്പെടുന്നത് ബ്ലാക്ക് കോബ്ര പഴയങ്ങാടി പ്ലേയേഴ്സ് ഓൺ ദി സൈഡ് ഓഫ് ബ്ലാക്ക് കോബ്ര പഴയങ്ങാടി അതുൽ രാജ്, മാക്രോ, ഉദ്ഘാടന താരം റിസ്വാൻ, ആദിത്യൻ, പ്രജി പ്രദീപ്, അഫ്സൽ, ബില്ലു, ഷാനവാസ്, റമീസ് അന്തമൻ. On the other side, Malabar FA, Kalyashari, Sai, Shihab, Shajil, Shamil, Rashid, Shihas, Angit, Lichil, Amar, Aman, Abtain, Sufaidan, Hamal, Team Manager Mr. Vinod, Srila Jamuri, Cobra, Team Manager Mr. Nasser, Coach Mr. Shias. കളിക്കാരെ പരിചയപ്പെട്ടതിന് ശേഷം ഫോട്ടോ സെഷന് വേണ്ടി മുഴുവൻ ആളുകളും ഇടനെഞ്ചിൽ ഓർത്തുവെക്കാൻ അസുരവസുന്ദര മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന 8 ടീമുകളിത് അവരുടെ അഭിമാനമായ പതാകകൾ ഈ വാനിലേക്ക് ഉയർത്തിക്കെട്ടുകയാണ്. ഒരു കാലത്ത് പഴയങ്ങാടിയുടെ ഫുട്ബോൾ വരുന്ന ദേശദേശാന്തരങ്ങളിലേക്ക് വ്യാപിപ്പിച്ച ബ്ലാക്ക് കോബ്ര പഴയങ്ങാടി, മലബാർ FA, കല്യാശ്ശേരി, MIT, കടന്നപ്പള്ളി സ്വാഗതം ചെയ്യുക. അതോടൊപ്പം ഈ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായിട്ടുള്ള, നമുക്കെല്ലാം അറിയപ്പെടുന്ന കേരള സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായിട്ടുള്ള 2 തവണ ചാമ്പ്യൻ